ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. കാഴ്ചശക്തി കൂട്ടുന്ന വിറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള ക്യാരറ്റാണ് ഇന്നത്തെ താരം. ഇന്ന് ക്യാരറ്റ് ഹൽവയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ചോദിച്ചു വാങ്ങി കഴിക്കും ഈ ഹലുവ. ക്യാരറ്റിൻ്റെ പച്ചച്ചുവ ഒട്ടുമില്ലാതെ തന്നെ നമ്മൾക്കിതുണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇന്ന് നമ്മൾ 1/4 കിലോ ക്യാരറ്റിലാണ് ഇതുണ്ടാക്കുന്നത്. ഒരു ക്യാരറ്റ് എടുത്ത് 2 സൈഡും മുറിച്ചു മാറ്റി തോൽ കളഞ്ഞെടുക്കുക. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു മിക്സി ജാറിലേക്കിട്ട് 1 കപ്പ് വെള്ളവും ചേർത്ത് അരയ്ക്കുക. അരച്ച ക്യാരറ്റ് മിശ്രിതം അരിച്ചെടുക്കുക. ഇതിൻ്റെ ചണ്ടി കളയേണ്ട, ഇത് ഫേസ് മാസ്കായി യൂസ് ചെയ്യാം. നമ്മൾ 1 കപ്പ് വെള്ളമാണ് അരയ്ക്കാനെടുത്തത്. ഇനി 1/4 കപ്പ് കൂടി വെള്ളം ഒഴിച്ച് ഒന്നുകൂടി അരിച്ചെടുക്കുക. ക്യാരറ്റിൻ്റെ ഒറിജിനൽ കളറിൽ തന്നെയാണ് നമ്മളിതുണ്ടാക്കുന്നത്. ഫുഡ് കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ 1/4 സ്പൂൺ റെഡ് ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കലക്കുക. കോൺഫ്ലോർ ചേർത്ത് കലക്കി വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും കോൺഫ്ലോർ അടിഞ്ഞ് അടിയിൽ കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ട് ഒഴിക്കുന്നതിന് മുമ്പ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കുവാൻ. ഇനി നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് പാൻ വയ്ക്കാം. പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കുക. ഇനി പഞ്ചസാരയിലേക്ക് പഞ്ചസാര മുങ്ങുന്ന അളവിൽ വെള്ളവും ചേർക്കുക. കൂടുതൽ വെള്ളം ചേർത്താൽ ഹലുവ കട്ടിയാകാൻ എടുക്കുന്ന സമയവും കൂടും. പഞ്ചസാര അലിഞ്ഞ് നല്ലപോലെ തിളച്ച് വരണം. ഈ സമയം നമ്മൾക്ക് ഹൽവ സെറ്റ് ചെയ്യാനുള്ള ട്രേയിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. ഹലുവ ഈസിയായി ഡീമോൾഡ് ചെയ്യാനാണ് നെയ്യ് പുരട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ക്യാരറ്റ് കോൺഫ്ലോർ മിശ്രിതം ഒഴിച്ച് തുടരെ ഇളക്കുക. ഈ സമയം ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ കോൺഫ്ലോർ അടിയിൽ പിടിച്ച് കരിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മിശ്രിതം ഒഴിക്കുന്നതിന് മുമ്പ് നല്ലപോലെ ക്യാരറ്റ് ജ്യൂസ് കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കുവാൻ. കുറച്ചുകൂടി നല്ല സോഫ്റ്റായി ഹലുവ കിട്ടാൻ ക്യാരറ്റ് മിശ്രിതം ചായ അരിക്കുന്ന നൈസ് അരിപ്പയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി കൈവിടാതെ ഇളക്കി കുറുക്കുക. ഇനി ഇത് കുറുകി വരുന്ന മുറയ്ക്ക് കുറേശ്ശെയായി നെയ്യ് ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ നെയ്യാണ് നമ്മളിതിലേക്ക് മൊത്തത്തിൽ ചേർക്കുന്നത്. നോൺ സ്റ്റിക്ക് കടായിലാണെങ്കിൽ നെയ്യ് ചേർക്കാതെ തന്നെ ഇതുണ്ടാക്കാം. അതുപോലെ നെയ്യിന് പകരം എണ്ണയും ചേർക്കാം. നെയ്യിൽ ഉണ്ടാക്കുമ്പോഴാണ് ഹൽവയ്ക്ക് സ്വാദുണ്ടാവുക. സോഫ്റ്റ് ഹലുവയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഹലുവ പാത്രത്തിൻ്റെ വശങ്ങളിൽ നിന്നും വിട്ടുവരുന്ന സ്റ്റേജിൽ ട്രേയിലേക്ക് ഒഴിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിരുനെൽവേലി ഹൽവ പോലെ സോഫ്റ്റ് ഹലുവയായിരിക്കും കിട്ടുക. കുറച്ച് ചുവ്വിയ ഹലുവയാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി കട്ടിയാക്കി എടുക്കണം. നമ്മൾ ചുവി ടെക്സ്ചറിലാണ് ഇത് വാങ്ങുന്നത്. ഈ സ്റ്റേജിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതിനു പകരം നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ ലേശം മൂപ്പിച്ചും ചേർത്ത് കൊടുക്കാം. അതെല്ലാം അവരവരുടെ സൗകര്യം പോലെ ചെയ്യുക. ഇനി നമ്മൾക്ക് ഹൽവ സെറ്റ് ചെയ്ത ട്രേയിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും വറുത്ത എള്ളും തൂവാം. അതിനുശേഷം അതിനു മുകളിൽ ഹൽവ മിശ്രിതം ഒഴിക്കുക. കാണാൻ ഭംഗിക്കും കുറച്ചുകൂടി സ്വാദിനും ആരോഗ്യത്തിനും വേണ്ടിയാണ് നമ്മൾ ബദാമും നട്ട്സും എള്ളും ചേർക്കുന്നത്. ഇനി ഇത് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും ഇത് കഴിക്കാം. ഞാൻ ആറിയ ശേഷം ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെച്ചതിന് ശേഷമാണ് ഇത് മുറിക്കുന്നത്. ഹലുവയുടെ വശങ്ങളെല്ലാം ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞതിന് ശേഷം മുറിക്കുക. നല്ല സോഫ്റ്റ് ചുവി ഹൽവ റെഡി. ക്യാരറ്റിൻ്റെ കളറിൽ തന്നെ മനോഹരമായ ഈ ഹൽവ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.